ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ റീസെൻ്റായിട്ട് ബ്രില്യൻറ്റ് പാലേനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 120 കമൻസോളം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കമൻസിനും യൂണീക്കാണ് ഗൈസ്, എൻ്റെ ചാനലിൻ്റെ പേര് പോലെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാനായിട്ടൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് നോക്കിയതെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പം എൻ്റെ നേരത്തെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വാട്ടോ. അതിനകത്തിലാണ് നിങ്ങളുടെ കട്ട് ഓഫും സ്കോളർഷിപ്പും ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അത് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ കുറേ പേര് ഗുഡ് എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, താങ്ക് യു. കുറേ പേര് എൻ്റെ ഗ്ലാസിൻ്റെ ലിങ്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സൺഗ്ലാസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സൺഗ്ലാസ് അല്ല, എൻ്റെ സ്പെക്സ് ആണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം കാഴ്ചക്കുറവുണ്ട്, 2.5 ആണ് കേട്ടോ പവർ. അപ്പോൾ സൺഗ്ലാസ് അല്ല, ലെൻസ് കാർട്ടിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. പിന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേച്ചി 92% ഇല്ലെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റില്ലേ? പറ്റത്തില്ലടാ. നമുക്ക് ഓഫ്ലൈനായിട്ട് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ 92% വേണം. ഇൻ കേസ് നിങ്ങൾ ഓൺലൈനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കട്ട് ഓഫ് മാർക്ക് ഇല്ല. അതായത് നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് വേണം, ഇത്ര മാർക്ക് വേണം എന്നുള്ളൊരു കട്ട് ഓഫ് അവിടെ പറയുന്നില്ല കേട്ടോ. ചേച്ചി കൊല്ലം ഹോസ്റ്റലിനെ പറ്റി പറയാമോ? പിന്നെ അവിടെ എല്ലാം കൺട്രോൾഡ് ഹോസ്റ്റലാണോ? അതായത് ഇപ്പോൾ ബ്രില്യൻറ്റ് പാലയിൽ അത്രയും, അതായത് അവിടെയാണ് ഏറ്റവും കൂടുതൽ പിള്ളേർ ചെല്ലുന്നത്. ബ്രില്യൻറ്റിന് ഇപ്പോൾ ഒത്തിരി സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ എറണാകുളത്ത് സെൻറ്ററുണ്ട്, കൊല്ലത്ത് സെൻറ്ററുണ്ട്, വേറെ പല ജില്ലകളിലായിട്ട് ട്രിവാൻഡ്രത്തെ സെൻറ്ററുണ്ട്. പക്ഷേ എല്ലാവരും കൂടെ ഈ ഇടിച്ചു കയറുന്നത് പാലയിലോട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൂപ്പർവൈസർ എന്ന് പറഞ്ഞൊരു ഹോസ്റ്റൽ അവിടെ വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കൊല്ലത്തൊക്കെ ആണെങ്കിൽ കൺട്രോൾഡ് ഹോസ്റ്റൽ മാത്രമേ ഉള്ളൂ, എറണാകുളത്താണെങ്കിലും കൺട്രോൾഡ് ഹോസ്റ്റൽ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ പാലയിൽ ഒത്തിരി പിള്ളേരാകുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ഹോസ്റ്റലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കുറേ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്റ്റലും കൂടെ പിള്ളേരെ വിടുന്നത് കേട്ടോ. അപ്പോൾ കൊല്ലത്തെന്നല്ല, പാലയിൽ ഒഴികെയുള്ള ബാക്കി എല്ലാ സെൻറ്റേഴ്സിലും കൺട്രോൾഡ് ഹോസ്റ്റൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പാലയിൽ നമുക്കറിയാവുന്നവരുമായിട്ട് ഹോസ്റ്റൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? നറുക്കിട്ടാണ് റൂം സെലക്ട് ചെയ്യുന്നതെന്ന് പറയുന്ന കേട്ടു, അങ്ങനെ തന്നെയാണോ? എടാ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ചെല്ലുന്നത് ഒരേ സമയത്താണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെയിം റൂം കിട്ടാൻ ചാൻസ് ഉണ്ട്. സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ എന്തുവാണ്, കൺട്രോൾഡ് ഹോസ്റ്റൽ എന്തുവാണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിലുണ്ട് കേട്ടോ, ഒന്ന് പോയി കാണണേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റും, കാരണം അത് പ്രൈവറ്റ് ഹോസ്റ്റലാണല്ലോ. നമ്മളിപ്പം ഒരുമിച്ചാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു റൂം കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് കൺട്രോൾ ഹോസ്റ്റലിലാണ് അഡ്മിഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നറുക്കിട്ടിട്ടാണ് എടുക്കുന്നത്. ഇപ്പം നമുക്കറിയാവുന്നതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവർ നറുക്കിട്ടിട്ടായിരിക്കും എടുക്കുന്നത്. നമുക്ക് കിട്ടുന്ന നറുക്ക് ആയിരിക്കും ആ ഒരു റൂമിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഒരു റൂമിലൊക്കെ സെറ്റിലായി കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മളുടെ ടീച്ചേഴ്സ്, നമ്മുടെ ബാച്ച് വന്ന് നമ്മളോട് പറയുന്നത്. നമ്മൾ ഹോസ്റ്റലിൽ എത്തി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഏത് ബാച്ചിലാണ് ജോയിൻ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുന്നത്. ഇപ്പം ബ്രില്യൻറ്റിലെന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം പിള്ളേരുള്ളത് കൊണ്ട് ഇപ്പോൾ A1, A2, A3, A4 അങ്ങനെ കുറേ ബാച്ച് ഉണ്ട്. അങ്ങനെ പിന്നെ B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, അങ്ങനെ PO, QO, RO ഒക്കെ വരെ കാണും. അപ്പോൾ നിങ്ങൾ ഏത് ബാച്ചിലേക്കാണ് അലോട്ടഡ് ആവുന്നതെന്നുള്ളത് അതും നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ചെന്ന് കഴിയുമ്പോഴാണ് കേട്ടോ അറിയുന്നത്. അത് നറുക്കിട്ടെടുക്കുമല്ല, അത് നമ്മളുടെ കൺട്രോൾഡ് ഹോസ്റ്റലിലെ വാർഡനായിരിക്കും നമ്മളെ ഇൻഫോം ചെയ്യുന്നത്. പിന്നെ കുറച്ച് പേര് പാർഷ്യൽ ഡ്രോപ്പിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞാൻ പാർഷ്യൽ ഡ്രോപ്പ് ചെയ്ത ഒരാളാണ്. അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്തതാണ് ബ്രില്യൻറ്റിൽ. റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ BSc കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ബ്രില്യൻറ്റിലെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ചതായിരുന്നു ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എടാ അത് കുഹാസിൻ്റെന്ന് അത് നമ്മളുടെ കീമിൻ്റെ സൈറ്റിലുണ്ട് കേട്ടോ. കീമിൻ്റെ സൈറ്റിൽ ഇപ്പം ഞാൻ പഠിച്ചപ്പം ഞാൻ കയറിയ ഫീസല്ല ഇപ്പം ഉള്ള കൊച്ചുങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ കീമിൻ്റെ സൈറ്റിൽ എല്ലാ കോളേജിൻ്റെയും ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ, കാരണം ഞാനിപ്പോൾ അത് നോക്കിയിട്ടില്ല. പിന്നെ ഹോസ്റ്റൽ ഫീസ് ഇൻക്ലൂഡിങ് മെസ് ഫീസ് ആണോ 10,000 എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേടാ, ഹോസ്റ്റൽ ഫീസ് അതായത് നമ്മൾ താമസിക്കുന്നതിൻ്റെ റെൻറ്റ് പ്ലസ് മെസ് ഫീസ് ആണ് 10,000 രൂപ വരുന്നത്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഡ്രസ് കോഡ് പറയാമോ? സൈഡ് ഓപ്പൺ ടോപ്സ് അലൗഡ് ആണോ? അപ്പോൾ നമുക്ക് അവിടെ ബുധനാഴ്ച മാത്രമേ കളർ ഡ്രസ്സ് ഇടാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസവും അവിടുത്തെ യൂണിഫോം ആണ് കേട്ടോ നിങ്ങൾ ഇടുന്നത്. അപ്പം യൂണിഫോമിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജീൻസ് പാൻസ് ഒക്കെ മേടിച്ചുകൊണ്ട് പോകണം. ജീൻസ് പാൻറ്റോ പലാസോയോ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ മേടിച്ചുകൊണ്ട് പോകണം. അവിടെ യൂണിഫോം ആണ്. ആകെ ഒരു ദിവസം മാത്രമേ നിങ്ങൾക്ക് കളർ ഡ്രസ്സ് ഇടാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. ജീൻസും ടോപ്പും വേണമെങ്കിൽ ഇടാം, ചുരിദാർ വേണമെങ്കിൽ ചുരിദാർ ഇടാം. അപ്പോൾ യൂണിഫോം എന്ന് പറയുന്നത് ടീഷർട്ടാണ്. ടീഷർട്ട് അവിടുന്ന് തരും, പാൻറ്റ് നിങ്ങൾ മേടിക്കണം കേട്ടോ. അപ്പോൾ ഒരു 3-4 ജീൻസ് പാൻറ്റോ പലാസോ പാൻറ്റോ ഒക്കെ ആയിട്ട് വിട്ടോ. അപ്പം അങ്ങനെ പെർസെൻറ്റേജ് PCB മാത്രമാണോ നോക്കുക?
അതോ ഓവറോൾ പെർസെൻറ്റേജ് ആണോ നോക്കുക. PCB എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണ് കേട്ടോ. അപ്പോൾ പെർസെൻറ്റേജ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രമാണോ നോക്കുക? ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ മാത്രമേ പെർസെൻറ്റേജ് അവിടെ നോക്കത്തുള്ളൂ. ഫുൾ പെർസെൻറ്റേജ് അല്ല നോക്കുന്നത്. ആ പെർസെൻറ്റേജിനാണ് കട്ട് ഓഫ് വരുന്നത്. 92 97. സൂപ്പർവൈസ്ഡ് കിട്ടാൻ 92% കട്ട് ഓഫ്, കൺട്രോൾഡ് കിട്ടാൻ 97% കട്ട് ഓഫ്. ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നേരത്തെ വീഡിയോ കാണണം കേട്ടോ. അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ലെങ്ത് ആയി പോകും, കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ടാണേ. ചേച്ചി മാർക്ക് കുറവുള്ളവർക്ക് അപ്പോൾ അഡ്മിഷൻ കിട്ടൂലേ ഒന്ന് പറയാമോ? മാർക്ക് കുറവുള്ളവർക്ക് അഡ്മിഷൻ കിട്ടത്തില്ല കേട്ടോ. കാരണം അവരുടെ ആ ഒരു കട്ട് ഓഫിന് താഴെയാണ് നിങ്ങളുടെ മാർക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ചൂസ് ചെയ്യേണ്ടി വരും. ഓൺലൈൻ അങ്ങനെ ഒരു കട്ട് ഓഫോ കാര്യങ്ങളും ഇല്ല. അപ്പോൾ അങ്ങനെ. പിന്നെ ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് 12th നല്ല മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റിന് ഒരു 450+ സ്കോർ ഉണ്ടെങ്കിൽ നീറ്റിൻ്റെ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും കേട്ടോ. അതായത് നീറ്റിൻ്റെ സ്കോറിൻ്റെ ബേസിസിലും നമ്മളുടെ 11th 12th ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാർക്സിൻ്റെ ബേസിസിലുമാണ് ബ്രില്യൻറ്റിൽ അഡ്മിഷൻ വരുന്നത്. അപ്പം അങ്ങനെ. ചേച്ചി പിന്നെ ഈ ടെസ്റ്റ് സീരീസ് ഉണ്ടല്ലോ, അത് എടുത്താൽ ലേണിംഗ് ആപ്പിൽ എല്ലാ വീക്ക്ലി എക്സാമിനും ലാസ്റ്റ് തൊട്ടുള്ള എല്ലാ ഫുൾ മോഡൽ എക്സാമും ഇൻക്ലൂഡ് ആയിട്ടാണോ? അതായത് ബ്രില്യൻറ്റിൻ്റെ ടെസ്റ്റ് സീരീസ് എടുത്തു കഴിഞ്ഞാൽ ലേണിംഗ് ആപ്പിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടുമെന്നുള്ളതല്ലേ? എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടും. ലേണിംഗ് ആപ്പിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രില്യൻറ്റിൽ പഠിക്കുന്നവരുടെ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് എല്ലാം കിടക്കുന്നത് ലേണിംഗ് ആപ്പിലാണ്. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ടെസ്റ്റ് സീരീസ്, അതായത് 10,000 അടച്ച് നമ്മൾ എടുക്കുന്ന ടെസ്റ്റ് സീരീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. 3,000 അടച്ച് എടുക്കുന്ന ടെസ്റ്റ് സീരീസ് എടുത്താലും കിട്ടും. അതിനകത്തിൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അവർ കൊറിയർ അയക്കത്തില്ല എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. 10,000 അടച്ചാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ലേണിംഗ് ആപ്പും ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസും അതുപോലെ തന്നെ എക്സാംസും കിട്ടും കേട്ടോ. വീക്ക്ലി എക്സാംസും കിട്ടും. ഇനിയിപ്പോൾ 3,000 അടച്ചാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലേണിംഗ് ആപ്പും നിങ്ങളുടെ വീക്ക്ലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ കിട്ടത്തുള്ളൂ, മെറ്റീരിയൽസ് കിട്ടത്തില്ല. നിങ്ങൾ ഇതിൽ 2 ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെയുള്ള എക്സാംസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതായിരിക്കും. ആരെങ്കിലും എടുപോർട്ടിൻ്റെ ഒരു റിവ്യൂ പറയുമോ? ഞാനത് അന്വേഷിക്കുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ ഞാനത് അടുത്ത വീഡിയോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഡോപ്പേനെ പറ്റി കുറച്ചൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാനുള്ളവരൊന്ന് പോയി കണ്ടു നോക്കുക. എടുപോർട്ടിനെ പറ്റിയിട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ചേച്ചി എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നത്? ഇപ്പോൾ 12th റിസൾട്ട് വരാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് 11th എത്രയാണ് ഒരു 92% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ബ്രില്യൻ പാലയുടെ സൈറ്റിൽ നമുക്ക് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ നീറ്റ് കഴിയുവാണെങ്കിൽ നീറ്റിൻ്റെ ഞാൻ പറഞ്ഞ പോലെ 450+ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്സ് വെച്ച് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ 11th 12th റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഒരു 92% എബോവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ചേച്ചി ഈ തവണ +2 എക്സാം ടഫായിരുന്നു, സ്കോളർഷിപ്പ് വേരിയേഷൻ ഉണ്ടാവുമോ? അതോ കഴിഞ്ഞ തവണ മാർക്കിൻ്റെ സ്കോളർഷിപ്പ് തന്നെയാണോ? ബിക്കോസ് എനിക്ക് +2 ഫുൾ മാർക്കുണ്ട്, +1 ഫുൾ മാർക്കുണ്ട്, +2 ടോട്ടൽ 8 മാർക്ക് പോവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അപ്പം നമ്മൾ അവിടെ ചെല്ലുന്നവരെ നമുക്ക് എക്സാം ടഫാണെന്നൊരു എല്ലാവരും ഒന്നും ഫുൾ മാർക്ക് സ്കോർ ചെയ്യത്തില്ല എന്നൊക്കെ നമുക്കൊരു തോന്നൽ വരുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പം ഇതുപോലെ, അതായത് ഫുൾ മാർക്ക് മേടിച്ച് ഒരു 100 150 ചിലപ്പോൾ ഒരു 500 പേര് കാണും അവിടെ ചെല്ലുമ്പം. നിങ്ങൾക്കത് അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അവരുടെ സ്കോളർഷിപ്പിൻ്റെ മാർക്ക് ഇനിയിപ്പോൾ എക്സാം ടഫാണോ ഈസി ആണോ എന്നൊന്നും വെച്ചിട്ട് ആ ഒരു ഇത് മാറത്തില്ല. 588+ ആയിട്ടുള്ളവർക്കായിരിക്കും സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ചേച്ചി സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ പഠിക്കുന്ന ആരെങ്കിലും ഈ കമൻറ്റ് കാണുന്നെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമോ? അത് ആരെങ്കിലുമൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ. ചേച്ചി ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഓഫ്ലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരെക്കാളും ഡിഫറൻ്റ് അല്ലേ? ബ്രില്യൻറ്റിൽ ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ലെക്ചർ നോട്ട് ഈ സാധനം ഓൺലൈൻ സ്റ്റുഡൻസിനില്ലല്ലോ. ഈ ഡിഫറൻസ് ഇൻ സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ ചേച്ചി പ്ലീസ്? ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടുന്ന അതേ സ്റ്റഡി മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഓഫ്ലൈനിലും കിട്ടുന്നത്. അതിനൊരു ഡിഫറൻസും ഇല്ല, സെയിം മെറ്റീരിയൽസ് തന്നെയാണ്. പിന്നെ ഈ ലെക്ചർ നോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാറ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ എഴുതിയെടുക്കുന്ന സംഭവമല്ലേ. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഓൺലൈൻ ക്ലാസ് കണ്ട് എഴുതിയെടുത്താലും സാറ് പഠിപ്പിക്കുന്ന തന്നെയല്ലേ നമ്മൾ എഴുതിയെടുക്കുന്നത്. അപ്പോൾ എന്തോ ഡിഫറൻസ് വരാനായിട്ട്. പിന്നെ ക്ലാസ്സിൽ ഒരു സാറ് വന്ന് നിന്ന് പഠിപ്പിക്കുന്നു, ഇത് നമ്മൾ ഫോണിലൂടെ കാണുന്നു, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. പിന്നെ ചില ടീച്ചേഴ്സ് ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അവർ നിങ്ങൾക്ക് നോട്ട്സ് പറഞ്ഞു തരും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആകുമ്പോഴത്തേക്ക് അവർ നമ്മുടെ ഒരു പേസ് അനുസരിച്ച് ചിലപ്പോൾ ഇത്തിരി സ്ലോ ആക്കി പറഞ്ഞു തരുമായിരിക്കും. ഓൺലൈൻ ആകുമ്പോൾ അവർ ഇത്തിരി പെട്ടെന്ന് പറഞ്ഞു പോകുമായിരിക്കും. പക്ഷെ കുഴപ്പമില്ലല്ലോ, നമുക്ക് പോസ് ചെയ്ത് വെച്ചിട്ട് നോട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതിനൊന്നും വലിയ ഡിഫറൻസ് ഇല്ല. സ്റ്റഡി മെറ്റീരിയൽസിന് ഡിഫറൻസ് ഇല്ല. ലെക്ചർ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയെടുക്കുന്ന സംഭവമാണ്. അതിപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമ്മളാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയാൽ പോരെ. പിന്നെ ഫോൺ യൂസേജ്, പിന്നെ വീട്ടിലേക്ക് പോകുന്ന കാര്യമൊക്കെ പറയുമോ? ഫോൺ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ചിലപ്പോൾ 3 ദിവസമായിരിക്കും. അതിപ്പോൾ ഓരോ ഹോസ്റ്റൽ അനുസരിച്ച് മാറും. ചില ഹോസ്റ്റലിൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിലായിരിക്കും ഫോൺ തരുന്ന കേട്ടോ. ആ ഒരു ദിവസം നമുക്കിപ്പോൾ ചിലപ്പോൾ 7 to 8 ആയിരിക്കും ഫുഡിൻ്റെ ടൈം പ്ലസ് ഫോണിൻ്റെ ടൈം ചിലപ്പോൾ 7 to 8 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി സമയം വീട്ടിൽ വിളിക്കണം. അപ്പോൾ ആഴ്ച 3 ദിവസമായിരിക്കും നിങ്ങൾക്ക് ഫോൺ അലൗഡ് ആയിട്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വീക്കെൻഡിലൊക്കെ വേണമെങ്കിൽ വീട്ടിൽ പോവാം. അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. അവരൊരു റെസ്ട്രിക്ഷൻസും
ദിവസം പറയത്തില്ല, അതായത് നിങ്ങൾ പോരുത് എന്ന് പറയത്തില്ല. ഈ സാറ്റർഡേ സൺഡേ ആയിരിക്കും നിങ്ങൾക്ക് ലീവ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് മൺഡേ നിങ്ങൾക്ക് വീക്ക്ലി എക്സാം ഉണ്ട്. അപ്പോൾ പിള്ളേരായിട്ട് തീരുമാനിച്ച് പോകാത്തതാണ്. കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ കുറേ ലാഗ് ആവും എന്നുള്ളത് കൊണ്ട് പിള്ളേരായിട്ട് പോകാതിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വീക്കെൻഡിൽ വേണമെങ്കിൽ വീട്ടിൽ പോവാം. ചേച്ചി നോക്കിയയുടെ ഫോണാണോ വേണ്ടേ? എടാ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നോക്കിയയുടെ ആ ഒരു കീപാഡ് ഫോണേ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ പിള്ളേരും സ്മാർട്ട് ഫോണാണ് കൊണ്ടുപോകുന്നത്. കാരണം പേരൻസ് ഒക്കെ എബ്രോഡ് ആണെങ്കിൽ അവർക്കിപ്പോൾ വീഡിയോ കോളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ വേണ്ടേ. ഇപ്പം എബ്രോഡ് ആവണമെന്നില്ല. ഇപ്പം നിങ്ങൾ കോഴിക്കോട് നിന്നാണ് കോട്ടയത്ത് വന്ന് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പേരൻസിനെ കാണണമെങ്കിലും നമുക്ക് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ ഫോൺ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വാർഡനെ ഏൽപ്പിക്കണം. അവരതൊരു ബോക്സിനകത്ത് ഇട്ട് അടച്ച് അവരുടെ റൂമിൽ വെക്കും. ഈ ഫോൺ അലൗഡ് ആയിട്ടുള്ളൊരു ദിവസം മാത്രമേ അതെടുത്ത് വെളിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് തരത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾ വിളിച്ചിട്ട് വീണ്ടും കൊണ്ട് അതിനകത്ത് ഇട്ട് വയ്ക്കുക. അവർ അടുത്ത ആഴ്ച ഫോൺ ടൈം വരുമ്പോൾ നിങ്ങൾക്ക് തരും. അങ്ങനെ ആയിരിക്കുമേ. അപ്പം അങ്ങനെ ചേച്ചി ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവാ. ബട്ട് 1 ഇയറിൽ തന്നെ എനിക്ക് നേടണം MBBS. പക്ഷെ കുറച്ച് പേര് ഈ 2-3 കൊല്ലം റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? അവർ പഠിക്കാത്തത് കൊണ്ടാണോ? എടാ നമ്മുടെ ഒരു തോന്നലാട്ടോ. അതായത് ഇപ്പം നമ്മൾ ചെല്ലുന്ന പാടെ ഈ 1 ഇയർ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം എല്ലാവർക്കും കിട്ടണമെന്നില്ല, കിട്ടാതിരിക്കണമെന്നുമില്ല. ഈ 2-3 വട്ടമൊക്കെ റിപ്പീറ്റ് ഇപ്പം ചിലവരുടെ ഒരു തോന്നലാണ് നമ്മളവിടെ ചെന്ന് പഠിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളവിടെ ചെന്ന് ഉഴപ്പുന്നത് കൊണ്ടാണ് ഈ ചിലവർക്ക് 2-3 വർഷമൊക്കെ വേണ്ടി വരുന്നതെന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യാവസ്ഥ അതല്ല. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കും നന്നായിട്ട്. ഇപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും ഇപ്പോൾ അവിടെ ഒരു 15,000 പേര് പോകുന്നെങ്കിൽ ഒരു 100 പേരല്ല അവിടെ പഠിക്കുന്നത്. ആ ഒരു എയിം ചെയ്ത് പോകുന്ന 100 പേരല്ല. ആ 15,000-ൽ ഒരു 13,000 പേരും ഇത് വേണം, ഇത് കിട്ടണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ തന്നെ പോകുന്നവരാണ്. അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും. ചിലവർക്ക് ആ ഒരു ഇതിലോട്ട് വരാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ചിലവർക്ക് ഫിസിക്സിൽ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ല് കുറവായിരിക്കും. ചിലവർക്ക് ആ ഒരു സ്പീഡ് കുറവായിരിക്കും. ചിലവർക്ക് ബയോളജി ഇങ്ങനെ മെമ്മറൈസ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടാണ്, അല്ലാതെ അവർ എഫേർട്സ് ഇടാത്തത് കൊണ്ടല്ല. പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻ്റ് എന്നല്ലേ. നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക, നമുക്ക് ആദ്യത്തെ വട്ടം തന്നെ കിട്ടുമെന്ന് വിചാരിക്കുക, നന്നായിട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു ലക്ക് ഫാക്ടർ ഉണ്ടല്ലോടാ. ചിലപ്പോൾ നമ്മുടെ ആ ഒരു ബാഡ് ലക്ക് കൊണ്ട് നമുക്ക് ചിലപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് വെപ്രാളം കയറി തെറ്റിക്കുകയും അങ്ങനെയൊക്കെ പറ്റി പോകാറുണ്ട് കുറേ പേർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, അല്ലാതെ അവർ പഠിക്കാത്തത് കൊണ്ടല്ല മാർക്ക് കിട്ടാത്തത്. ഇപ്പോൾ നിങ്ങൾ പോകുമ്പം നമുക്ക് കിട്ടും എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ച് പോകാം. നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക, കിട്ടട്ടെ. സപ്പോസ് +1 മാർക്ക് വെച്ച് അഡ്മിഷൻ എടുത്തിട്ട് +2 റിസൾട്ട് വരുമ്പോൾ 92% കുറവാണെങ്കിൽ ഹോസ്റ്റൽ അഡ്മിഷൻ കിട്ടില്ലേ? അതോ നമ്മുടെ ബ്രില്യൻറ്റിൽ അഡ്മിഷൻ ക്യാൻസൽ ആവുമോ? പ്ലീസ് റിപ്ലൈ. എടാ നമ്മൾ +1-ൻ്റെ മാർക്ക് വെച്ച് അഡ്മിഷൻ എടുത്ത് നമുക്കവിടെ അഡ്മിഷൻ കിട്ടി, പിന്നെ അത് ക്യാൻസൽ ആവത്തില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ +2-ന് ഒത്തിരി മാർക്ക് കുറവാണെങ്കിലും നിങ്ങൾ അഡ്മിഷൻ എടുത്തത് +1-ൻ്റെ വെച്ചിട്ടാണ്, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി, ഇനി അത് ക്യാൻസൽ ആവത്തില്ല. പക്ഷേ നിങ്ങൾ ഈ അവിടെ ബ്രില്യൻറ്റിലെ ക്ലാസ് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ 12th റിസൾട്ട് വരും. അപ്പോൾ ഈ 12th കൂടെ അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഹോസ്റ്റൽ അലോട്ടഡ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിലേ കൺട്രോൾഡ് ഹോസ്റ്റൽ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ പോകേണ്ടി വരും. അഡ്മിഷൻ ക്യാൻസൽ ആവത്തൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഹോസ്റ്റൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? നമ്മളാണോ ഹോസ്റ്റൽ സെലക്ട് ചെയ്യേണ്ടത്? എനിക്ക് +1-ൽ 97% ഉണ്ട്. പക്ഷേ +2 റിസൾട്ട് വരുമ്പോൾ പെർസെൻറ്റേജ് ഒരുപാട് കുറയും. സോ കൺട്രോൾഡ് ഹോസ്റ്റൽ കിട്ടത്തില്ല. എടാ നമ്മളായിട്ടല്ല ഹോസ്റ്റൽ ചൂസ് ചെയ്യുന്നത്. നമ്മളുടെ 11ൻ്റെയും 12ൻ്റെയും മാർക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അവരൊരു കൺട്രോൾഡ് ഹോസ്റ്റൽ അവരൊരു പ്രയോറിറ്റി ഓർഡറിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് എമറാൾഡ്, പിന്നെ മാരിഗോൾഡ്, പിന്നെ പേൾ, അങ്ങനെ ഒരു ഓർഡറിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓരോ ഹോസ്റ്റലിനും അവരൊരു കട്ട് ഓഫും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 588 മാർക്സ് ഉള്ളവർക്ക് മാരിഗോൾഡാണ് കിട്ടുന്നത്. 587 മുതൽ താഴോട്ടുള്ളവർക്ക് പേളാണ് കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ മാർക്ക് റേഞ്ച് വെച്ചിട്ടായിരിക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ ഹോസ്റ്റൽ അങ്ങ് അലോട്ടഡ് ആവുമായിരിക്കും. കാരണം അവർ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ സൂപ്പർവൈസ്ഡും കൺട്രോൾഡും ഹോസ്റ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാ? ഇത് ഞാൻ ആ വീഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് മര്യാദയ്ക്ക് കണ്ടു നോക്കുക കേട്ടോ. അല്ലേ ഞാൻ പറയാം. സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ആദ്യം കൺട്രോൾഡ് ഹോസ്റ്റൽ പറയാം. കൺട്രോൾഡ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രില്യൻറ്റിൽ നിങ്ങൾക്ക് കുറച്ച് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്. അവരാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ്. അവർ വാർഡനായിട്ട് വരുന്ന ഹോസ്റ്റലാണ് നമ്മൾ ഈ പറയുന്ന കൺട്രോൾഡ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അതായത് ബ്രില്യൻറ്റിൻ്റെ ഫാക്കൽറ്റീസ് ആയിരിക്കും അവിടെ വാർഡനായിട്ട് വരുന്നത്. അതേസമയം സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ അമ്മ ഒരു ഹോസ്റ്റലാക്കുവാണെങ്കിൽ എൻ്റെ അമ്മയായിരിക്കും അവിടുത്തെ വാർഡൻ. മീൻസ് പ്രൈവറ്റ് ഹോസ്റ്റലാണ് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ. പിന്നെ ചേച്ചി ഫീ എപ്പോഴാണ് അടയ്ക്കണ്ടേ? ഓൺലൈനായിട്ട് നേരത്തെ ഫീ അടച്ചു കഴിഞ്ഞാൽ പിന്നെ മൈത്രി സ്കീം വഴി സ്കോളർഷിപ്പ് എങ്ങനെ കിട്ടും? എടാ ഇപ്പം ഫീ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് അവിടെ ചെന്നിട്ട് അടയ്ക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൈത്രി സ്കോളർഷിപ്പ് കിട്ടുവാണെങ്കിൽ ആ അത്രയും പൈസ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും കേട്ടോ.
അവിടെ ആ ഒരു കാര്യത്തിന് ബ്രില്യൻറ്റിലെ നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പം അവിടെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ വേറെ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടി, നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ അവർ ഫുള്ള് ഫീസും റീഫണ്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അത് തന്നെ ഫീ നിങ്ങളിപ്പോൾ ഇങ്ങനെയുള്ളവർ മൈത്രി സ്കോളർഷിപ്പ് കിട്ടുമെന്നുള്ളവർ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ട, പിന്നെ അവിടെ ചെന്നിട്ട് അടച്ചാൽ മതി. ഇൻ കേസ് ഓൺലൈനായിട്ട് അടച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് അടയ്ക്കാനുള്ള സിസ്റ്റം ഉണ്ടല്ലോ, അത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തിരിച്ച് റീഫണ്ട് ആവും കേട്ടോ. എല്ലാവരും നീറ്റ് റിപ്പീറ്റ് ചെയ്യണം. എനിക്കും നീറ്റ് റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ട്. ബ്രില്യൻറ്റ് സ്ക്രീനിങ് ടെസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കിട്ടുമോ എന്ന് അറിയത്തില്ല. സൈലത്തിൽ ഈ മന്ത് കൂടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഏതാണ് ബെറ്റർ, സൈലമാണോ ബ്രില്യൻ്റ് ആണോ ബെറ്റർ? എടാ അത് ഞാനിപ്പോൾ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ, ഇതിൽ ഏതാണ് ബെറ്റർ എന്നുള്ളത്. ഇപ്പം നിലവിൽ നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത് ബ്രില്യൻ്റ് ആയിരിക്കും ഇത്രയും കൂടെ ബെറ്റർ എന്നാണ്. കാരണം ബ്രില്യൻ്റിൽ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സാംസും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് തിയറിയിൽ വലിയ നോളജും കാര്യങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾ സൈലം ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അവിടെ ഇത്തിരി ക്ലാസ്സസ് ഇത്രയും കൂടെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ആവറേജ് സ്റ്റുഡൻസിനൊക്കെ അവർ ഭയങ്കര നിലത്തിറങ്ങി നിന്നായിരിക്കും പഠിപ്പിക്കുന്നത്. ബ്രില്യൻ്റിൽ ഇത്രയും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളും ആയിരിക്കും. എല്ലാവരും ഇല്ല കേട്ടോ, എന്നാലും കുറച്ച് ഫാക്കൽറ്റീസ്. പക്ഷേ എക്സാംസ് വൈസ് ബ്രില്യൻറ്റിനെ വെല്ലാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും പറ്റത്തില്ല കേട്ടോ. നമ്മൾ എത്രത്തോളം എക്സാംസ് എഴുതുന്നതെന്നുള്ളതിലാണ് കാര്യം, നമ്മൾ ഈ പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ. കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഇനിയിപ്പോൾ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതേ ഉള്ളൂ ഒരു ഇത്. അപ്പോൾ ബ്രില്യൻറ്റിലാണെങ്കിൽ ഇപ്പോൾ നാളെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും അവിടെ ഭൂമിയോടെ ഇടിഞ്ഞ് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എക്സാംസ് നടത്തും കേട്ടോ, അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അപ്പം കാരണം ഈ എക്സാംസ് നടത്തുന്നത് ഭയങ്കര ചിലവാണ്. അതുകൊണ്ട് ഭൂരിഭാഗം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഈ എക്സാംസ് പരമാവധി വെട്ടിക്കുറയ്ക്കും. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻറ്റ് ചെയ്യാനും ഒക്കെ നല്ല ചിലവല്ലേ, അത് 1-2 പേർക്കല്ലല്ലോ, എത്ര പേർക്കാണ്. അപ്പം അങ്ങനെ ടാബ് വീട്ടിലേക്ക് എടുക്കാൻ പറ്റുമോ? ടാബ് വീട്ടിലേക്ക് എടുക്കാൻ പറ്റുമോടാ? കാരണം അവർ കസ്റ്റമൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. കസ്റ്റമൈസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ടാബ് തരുന്ന സമയത്ത് ബ്രില്യൻറ്റിൻ്റെ ഇ ലേണിംഗ് ആപ്പ് മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. വേറെ ഒരു ആപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. വാട്സപ്പോ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓൺലി ഇ ലേണിംഗ് ആപ്പ്. പിന്നെ നിങ്ങൾ തിരിച്ച് വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ടാബ് ബ്രില്യൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് കസ്റ്റമൈസ് ചെയ്തത് മാറ്റി ചെയ്തു തരും. അപ്പോഴത്തേക്കും നമുക്ക് വേറെ ആപ്പും കാര്യങ്ങളൊക്കെ സാധാ ഒരു ടാബിൻ്റെ പോലെ തന്നെ അത് ഫംഗ്ഷൻ ചെയ്യും കേട്ടോ. ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെയാണ്. പിന്നെ ഓൺലൈൻ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഡീമെറിറ്റ്സും ഉണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അപ്പം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് സൈലം വേഴ്സസ് ബ്രില്യൻറ്റും ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈനും ആണേ. പിന്നെ കൺട്രോൾഡ് ഹോസ്റ്റലുള്ളവർക്കും സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലുള്ളവർക്കും സെപ്പറേറ്റ് ക്ലാസ് ആയിരിക്കുമോ? അല്ലടാ, ഇപ്പം നിങ്ങൾ ഏത് ഹോസ്റ്റലിലാണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ സെയിം ആയിരിക്കും. പിന്നെ നിങ്ങളിപ്പം എല്ലാ എക്സാംസിനും നല്ല മാർക്ക്, അതായത് A+ എന്ന് പറഞ്ഞൊരു ഗ്രേഡ് ഉണ്ട്. ആ ഗ്രേഡ് സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ബാച്ച് ഉണ്ട്, A+ ബാച്ച് എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അത്രയും പേരെ മാറ്റി സെപ്പറേറ്റ് ക്ലാസ്സിലിരുത്തും, അങ്ങനെയൊന്നുമില്ല. അവർക്കിപ്പോൾ 4 മണി വരെയുള്ളൊരു ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാ വീക്കിലും ഒരു ദിവസം അവർക്ക് ഒരു എക്സ്ട്രാ എക്സാം ഉണ്ട്. ആ എക്സ്ട്രാ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ കൺട്രോൾഡ് ഹോസ്റ്റലിൽ പഠിക്കുന്നവർക്ക് വേറെ ക്ലാസ്, സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ പഠിക്കുന്നവർക്ക് വേറെ ക്ലാസ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. സ്റ്റുഡൻറ്റ് മൈത്രി റിപ്പീറ്റേഴ്സിന് കിട്ടുമോ? എല്ലാവർക്കും കിട്ടുമോ? പക്ഷേ റിപ്പീറ്റേഴ്സിന് സ്റ്റുഡൻറ്റ് മൈത്രിയുടെ ആവശ്യം വരത്തില്ലല്ലോ. കാരണം ബ്രില്യൻറ്റിൽ തന്നെയാണ് നിങ്ങൾ ഓഫ്ലൈൻ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഹാഫ് ഫീസോളം അടച്ചു കഴിഞ്ഞാൽ മതി. പിന്നെ സ്റ്റുഡൻറ്റ് മൈത്രി വരുമ്പോഴത്തേക്ക് ഇനി അതിനകത്തിലും എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം വെജ് ഫുഡ് അവൈലബിൾ ആണോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. മെസ്സിൽ 2 ടൈപ്പ് ഫുഡ് അവൈലബിൾ ആണ്, വെജും കിട്ടും നോൺ വെജും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ പാർട്ട് 2 ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സൺഡേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇനിയിപ്പോൾ പാർട്ട് 2 എനിക്ക് സൺഡേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഞാൻ മൺഡേ അപ്ലോഡ് ചെയ്യാം. കാരണം എനിക്കറിയാം നിങ്ങളുടെ ക്ലാസ്സസ് സ്റ്റാർട്ടാവും. അപ്പോൾ ഞാനിങ്ങനെ എവരി സൺഡേ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അത്രയും പോർഷൻസ് കവർ ചെയ്യാൻ പറ്റില്ല. പോർഷൻസ് അല്ല, ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത്ര ഉള്ളടാ, ടാറ്റാ. എന്നാലും നിങ്ങൾ നെക്സ്റ്റ് സൺഡേ എക്സ്പെക്ട് ചെയ്താൽ മതി. എനിക്ക് പറ്റുവാണെങ്കിൽ മൺഡേ അപ്ലോഡ് ചെയ്യാം. കാരണം ക്ലാസ്സസും എല്ലാം കൂടെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പോഴത്തെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ, ടാറ്റാ.